നമസ്കാരം, VMTV ന്യൂസിലേക്ക് സ്വാഗതം. CPM-ഉം കോൺഗ്രസും ഉടൻ തന്നെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകും. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണോ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്നും BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി. കേരളത്തിൽ ഇത്തവണ ഒന്നിലധികം സീറ്റുകൾ BJP നേടുമെന്നും അനിൽ ആന്റണി വ്യക്തമാക്കിയിട്ടുണ്ട്. മണിപ്പൂർ കലാപം കേരളത്തിൽ തിരിച്ചടിയാകില്ലെന്നും മോദിയുടെ ഗ്യാരണ്ടി കേരളം സ്വീകരിക്കുമെന്നും അനിൽ പറഞ്ഞു. നരേന്ദ്രമോദി നേരിട്ട് ടിക്കറ്റ് നൽകിയാണ് അനിൽ ആന്റണിയെ BJP-യിൽ എത്തിക്കുന്നത്. BJP-യിൽ ചേർന്ന് 8 മാസത്തിനുള്ളിൽ ദേശീയ സെക്രട്ടറി പദവി ഉൾപ്പെടെ നൽകി അനിലിനെ കേരളത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം BJP-യുടെ തുറുപ്പുചീട്ടാക്കി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര നേതൃത്വം. മധ്യ കേരളത്തിൽ അനിലിനെ ഇറക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങളോട് പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്ന് കോൺഗ്രസും CPM-ഉം വിവാദമാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഇരു പാർട്ടികളും വർഗീയമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് BJP-യിൽ ചേർന്ന വൈദികനെതിരെ ഇരു പാർട്ടികളും ആക്രമണം നടത്തുന്നതെന്നും അനിൽ ആന്റണി അഭിപ്രായപ്പെടുന്നുണ്ട്. അയോധ്യ വിഷയത്തിലും കോൺഗ്രസിനെതിരെ അനിൽ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം അയോധ്യയ്ക്ക് പോകണമെന്ന് പറയുന്നു. ഇത്തരം വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഗതിയിലെത്തിയതെന്നും അനിൽ പരിഹസിച്ചു. ഈ തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസും CPM-ഉം രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകുമെന്നും പറയുന്നുണ്ട്. ക്രൈസ്തവ സഭകളെയും യുവാക്കളെയും BJP-യോട് അടുപ്പിക്കുന്നതായി നിർണായക ദൗത്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അനിലിന് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്.